ഹായ് ഗേയ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം 2026 നിങ്ങൾക്കൊരു നല്ലൊരു വർഷമായി തീരട്ടെ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ ആഘോഷമാണ്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ നമ്മളൊരു ഗ്രില്ല് ചിക്കൻ അടിക്കാനുള്ള പുറപ്പാടാണ്. പിന്നെ കുറച്ച് ചില്ലറ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും എൻ്റെ പിള്ളേരും ഉണ്ട്. ഗ്രില്ല് ചിക്കൻ അടിക്കാനുള്ള അടുപ്പ് ശരിയായിട്ടുണ്ട്. നമ്മൾ അജിൻ്റെ വീട്ടിൽ പോയിട്ട് അജിൻ ഇത് മസാല ചെയ്ത് വെച്ച ചിക്കൻ എടുത്തുകൊണ്ട് വരികയാണ്. ഞാനും അജിനും കൂടെയാണ് അവൻ്റെ വീട്ടിലോട്ട് പോയത്. എൻ്റെ ആട്ടയിലാണ് അവിടെ ചെന്നത്. അടുത്ത് തന്നെയാണ്, നമ്മളിരിക്കുന്ന സ്ഥലത്തോട്ട് അടുത്താണ്. പിന്നെ ഇത് എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഇത് പ്രമോഷൻ ചെയ്യല്ല. ന്യൂ ഇയർ ആയതുകൊണ്ട് വലിയ രീതിയിലല്ല, നൈസായിട്ട് നമ്മളൊന്ന് ആഘോഷിക്കുക എന്നുള്ളൊരു പുറപ്പാട്. നമ്മൾ ആട്ടയിൽ ഇതാ അവിടെ എത്തിയിരിക്കുകയാണ്. നൈസായിട്ട് ഒരു പ്രൈവസിക്ക് വേണ്ടി വലിയ ഇതുമില്ല. ഇതാണ് നമ്മളുടെ രണ്ട് വലിയ കുപ്പിയും 3 ചെറിയ കുപ്പിയാണ്. പിന്നെ വെള്ളമുണ്ട്. നമ്മൾ ആഘോഷങ്ങളിങ്ങനെ തുടങ്ങാനായിട്ട് പോവുകയാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കുന്നുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇത് ഒന്നുകൂടെ കണ്ടോണം. ഇതാണ് ചിക്കൻ മിക്സ് വെച്ചേക്കുന്നത്. പരിചയപ്പെടുത്തിയ സൽമാനുണ്ട്, വിനീതുണ്ട്, അജിനുണ്ട്. ഇവൻ്റെ വീട്ടിൽ പോയാണ് നമ്മൾ കോഴിയെടുത്തത്. പിന്നെ ഞാനും ഉണ്ട്, വേറൊരു ചെറുക്കനോട് ഉണ്ട്, അവൻ വന്നില്ല. നമ്മളിതാ അടുപ്പിലോട്ട് വേണ്ട ഇത് ഇടുകയാണ്. ഇത് കുറച്ചേ ഉള്ളു, തോനെ വേണമായിരുന്നു. പിന്നെ അതിനുവേണ്ടി നമ്മൾ ചിരട്ട എടുക്കാൻ വേണ്ടി അതിൻ്റെ വീട്ടിൽ വീണ്ടും പോയി. അതിൻ്റെ ഇത് വിറകൊക്കെ വെക്കുന്ന സ്ഥലമാണ്. നമ്മൾ ചിരട്ട അവൻ്റെ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നത്. അമ്മ ഇപ്പോൾ എടുത്തോ നമുക്ക് ചിരട്ട എടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് സാധനം എടുത്ത് ചാക്ക് കൊണ്ട് നമ്മളിതാ വീണ്ടും അവിടെ പോവുകയാണ്. ഞാനും അതിനും ബൈക്കിലാണ് ഇത്തവണ വന്നത്. ഇത് നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് കുറച്ച് സാധനം വേണം, എണ്ണ വേണം, പിന്നെ സിഗരറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വേണം. അങ്ങനെ നമ്മൾ അനിമാമിൻ്റെ കടയിൽ ഹലോ കടയിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മളൊരു അതിഥിയാണ്. ഇവിടെ വരാൻ നേരത്ത് ഗോവനെ കണ്ട് ഇതാണ് നമ്മൾ അപ്പോൾ ചാക്കിലുള്ള സാധനങ്ങൾ, കുറച്ച് ചുള്ളി, ഇത് നമ്മൾ അടുപ്പ് കത്തിക്കുകയാണ്. ചിരട്ടയിൽ കർപ്പൂരം വെച്ചിട്ട് അടുപ്പ് ഇതാ കത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ വെച്ച് കത്തിക്കുകയാണ്. വളരെ നൈസായിട്ടുള്ള ആഘോഷമാണ്, വലിയ രീതിയിലൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങനെ 4 സൈഡിൽ 4 ചിരട്ട വെച്ചിട്ട് ഞാനിതാ ആദ്യത്തെ ആഘോഷം തുടങ്ങാൻ പോവുകയാണ്. ഇത് എനിക്കാണ് ഒഴിക്കുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ആഘോഷം കഴിഞ്ഞ് പിന്നെ അത് വീശി കൊടുക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് കത്തില്ല, അതുകൊണ്ട് കുറച്ച് നമ്മളൊരു ഐഡിയ ആണ് ഇത്, നിങ്ങൾക്കും പരീക്ഷിക്കാൻ. കുറച്ച് ലിക്കർ ഇച്ചിരി ഒഴിച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം കത്തിപ്പിടിക്കുന്നുണ്ട. മണ്ണെണ്ണയൊന്നും ഇല്ല, മണ്ണെണ്ണ വെച്ച് അതിൻ്റെ ഒരു മണം വരും. അതുകൊണ്ടാണ് ഇത് നൈസായിട്ട് അങ്ങനെ അത് കത്തിയിരിക്കുകയാണ്. കത്തി അതിൻ്റെ ഇങ്ങനെ വിനീത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് തന്നെ അജിനെന്താ ആവി കാരണം ഉടുപ്പൊക്കെ ഊരിയിട്ട് സൽമാൻ അങ്ങനെ ചെയ്യും, അതാണ് നല്ലത്, അത് ഞാൻ എടുത്തോട്ടെ. അപ്പോൾ സൽമാൻ പറഞ്ഞ് വേണ്ട, ഇങ്ങനെ കത്താൻ വേണ്ടി നമ്മൾ കുറച്ച് കരിയിലും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വെച്ച്. കരിയിലെന്ന് വെച്ചാൽ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കരിയില കത്തുന്നതാണ്, ആളി കത്തുന്നതാണ്. കരിയിൽ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് കമ്പൗണ്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇപ്പോൾ ഏകദേശം റെഡിയാവും. വിനീതാണ് കമ്പൗണ്ട് ഇളക്കി കൊടുക്കുന്നത്. വിനീത് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആളാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചന്ദ്രനെ കണ്ടോ, ചന്ദ്രനെ കണ്ട് ഏകദേശം ആ തീ ഇങ്ങനെ കനലാണ് നമുക്ക് വേണ്ടത്. കത്തിക്കൊണ്ടിരിക്കുകയാണ്. സിഗരറ്റ് കത്തിക്കുകയാണ്. തീപ്പെട്ടി ഇല്ലാത്തത് കൊണ്ട് സിഗരറ്റ് അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ കനലായിരിക്കുകയാണ് ഏകദേശം. സിഗരറ്റ് വലിക്കലും കേട്ടോ, ഞാൻ മറന്നുപോയി. അതിനകത്താണ് വെളിയിൽ നിന്നൊരു വണ്ടി പോകണം. ഈ സമയത്ത് നല്ല ഇടിച്ച സൗണ്ടാണ്, ഞാൻ സൗണ്ട് അത് കേട്ടില്ല. അങ്ങനെ വെളിയിൽ നിന്ന് വണ്ടിയും പോവുകയാണ്. നമ്മളിവിടെ ആഘോഷം ഇങ്ങനെ പയ്യെ നടക്കുകയാണ്. ഏകദേശം കനലായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ചിക്കൻ എടുത്ത് വെക്കാനുള്ള പുറപ്പാടാണ്. വിനീത് ചിക്കൻ എടുത്ത് വെക്കുന്നു, സൽമാൻ അത് പിടിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ ഒരു 2 കോഴിയാണ് നമ്മൾ വാങ്ങിയത്. നമ്മൾ ഊന്നുമൂട്ടിൽ നമ്മളല്ല, അവന്മാരാണ് വാങ്ങിയത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയത്തില്ല. അവന്മാർ വാങ്ങി, അവന്മാർ മസാലയൊക്കെ തേച്ച് പിന്നെയാണ് ഞാൻ വന്നത്. പിന്നെ നമ്മൾ 4ാമത്തെ ആൾ വന്ന് സുമേഷോടെ ഇല്ലായിരുന്നു. സുമേഷ് ലേറ്റായി പോയി. അവരെയാണ് കാത്തു നിന്ന്. നമ്മൾ അങ്ങനെ ഗ്രില്ലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ അതിൽ തേച്ച് വീണ്ടും മടക്കി നമ്മളിതാ അടുപ്പിലോട്ടിങ്ങനെ വെക്കുകയാണ്. സെറ്റായി. ഇനി ഇതിനുള്ള കാത്തിരിപ്പാണ്. നൈസായിട്ട് ഇങ്ങനെ അത് ഏകദേശം ഇങ്ങനെ
ഉച്ച വരെയാണ്, സെറ്റാവും. അപ്പോഴത്തേക്കാണ് സൽമാൻ പറയുകയാണ് നമ്മൾ ഇങ്ങനെ നിന്നാൽ മതിയാ, നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ. സൽമാൻ അടിക്കത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞു സൽമാൻ ബീർ മാത്രമേ കുടിക്കത്തുള്ളൂ. അത് സൽമാൻ ഇപ്പോൾ രണ്ടാമത്തെ ഭാവയും കൂടെ ആയതുകൊണ്ട് സൽമാൻ പണ്ടും അങ്ങനെ വലിയ അടിയൊന്നുമില്ല, നമ്മളങ്ങനെ അങ്ങനെ അടിയും ബഹളമൊന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പം കൂടിയൊക്കെ അടിക്കത്തതേ ഉള്ളൂ, അതും എന്തിനെങ്കിലും ആഘോഷമുള്ളപ്പോൾ. അല്ലാതെ ഈ അങ്ങനെ ചിക്കൻ റെഡിയായി, ഞാൻ പറഞ്ഞു വിഷയത്തിലോട്ട് മാറിപ്പോയി. ചിക്കൻ റെഡിയായി, ഇപ്പോൾ വാഴയിലേക്ക് വെട്ടി ചിക്കൻ അതിലോട്ട് ഇടാനുള്ള പുറപ്പാടാണ്. സുമേഷ് എല്ല് വരെ തിന്നുന്ന ആളാണ്, എല്ല് വരും ബാക്കി വയ്ക്കത്തില്ല. അങ്ങനെ പാട്ട് വൈബ് വിനീൻ്റെ വീട്ടിൽ പോയി സ്പീക്കറും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. പാട്ടുകൂടെ കേട്ട് ചിക്കനും തിന്ന് രണ്ടെണ്ണം അടിച്ച് വൈബ് കൂട്ടാന്നുള്ള വെച്ച് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു റെഡി ആയിരിക്കുകയാണ്. വിനീത്, സൽമാൻ, സുമേഷ് ഇത് വേറെ ആർക്കാ ഒഴിച്ച് കൊടുക്കുകയാണ്. വീണ്ടും എല്ലാ ചിക്കൻ വെന്ത് കഴിച്ചിരിക്കുകയാണ്. ഇത് ഞാനാണ്, എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ കാണിക്കുകയാണ്. അങ്ങനെ അത് കനൽ നമ്മൾ ഒന്നും കൂടെ കുറച്ചുകൂടെ വെന്ത് കഴിഞ്ഞാൽ അത് ഓക്കെ, ഒന്നും കൂടെ കനൽ അത് സെറ്റാക്കിയാണ്. അങ്ങനെ ചിക്കൻ വെന്തിരിക്കുകയാണ്. നല്ല അടിപൊളി കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു, ഇതൊന്നും പറയല്ല, അടിപൊളി ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചിക്കൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സുമേഷനാണെങ്കിൽ അങ്ങ് ചിക്കൻ ബഹളിയോ എപ്പം ചിക്കൻ കഴിക്കാമേ, ചിക്കൻ കഴിക്കാതെ അങ്ങനെ വിനീത് ഫസ്റ്റ് നോക്കിയാണ് അടിപൊളി ആകെ ഉണ്ടാക്കിയിട്ട് പറയല്ല, അടിപൊളി ചിക്കൻ. അതിന് കൊള്ളല്ലേ അണ്ണ, സൂപ്പർ അല്ലേ അണ്ണ. അത്ര ഇത്തിരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആ ഒരു മൈൻഡ് വെച്ചാണ്. അങ്ങനെ നമ്മൾ പീസുകൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ നേരത്തെ നമുക്ക് ഇനി ഒരു എല്ല് ബാസു എല്ല് തിന്നാനും അവനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചത്. നമുക്ക് രണ്ട് അതിഥി വന്ന് ദീപവണ്ണനും ശിവണ്ണനും വന്നിരിക്കുകയാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവർ. നല്ല കാര്യമാണ്, നല്ല നമ്മളെ ഈ ആഘോഷത്തിൻ്റെ കാര്യം ഗോവൻ വീണ്ടും വന്നിരിക്കുകയാണ്. ആഘോഷത്തിൻ്റെ കാര്യമൊക്കെ പറയാൻ നേരത്തെ ഒന്ന് കാണാൻ വേണ്ടി നമ്മളെ ചിക്കൻ ഒന്ന് കഴിക്കാൻ വേണ്ടിയും ദീപവണ്ണനും ശിവണ്ണനും വന്നിരിക്കുക. ഗോവൻ പറഞ്ഞു ചിക്കൻ അടിപൊളി, ഞാൻ പോണു, ഇനി വീട്ടിൽ ചെന്നില്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയും എന്ന് പറഞ്ഞ് ഗോവൻ നമുക്ക് കൈയും തന്ന് ഗോവൻ പോവുകയാണ്. അങ്ങനെ ദീപവണ്ണനും ശിവണ്ണനൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ വശം കൊള്ളായിരുന്നു, ചിക്കനെ കുറിച്ച് നല്ലപോലെ പൊക്കിയൊക്കെ പറഞ്ഞ് നല്ലതാണ്, കുറച്ച് പണിയൊക്കെ കൊണ്ട് നിങ്ങൾ ഈ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത്, കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയുള്ള എല്ലാം നിങ്ങൾ ഈ സെറ്റപ്പ് എന്നെ വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഹാപ്പി ന്യൂ ഇയർ ചാനലിൽ വിട്ടേക്കണം. ഹാപ്പി ന്യൂ ഇയർ ചാനലിൽ വിടണ്ട. ഭഗീധരൻ പിള്ള ബൈക്കിൽ കൂടെ വിളിച്ച് പറയാതെ വിടാൻ പറ്റുന്ന അതിപ്പോ പഴയ കീഴ്വഴക്കങ്ങളാകുമ്പോ എല്ലാം വിടണമല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴിക്കുകയും ചെയ്ത് ഇനി കുറച്ച് സാധനമുണ്ട്, അത് നമ്മളെ മുക്കിലോട്ട് കൊണ്ടുപോയി കഴിച്ച് കുറച്ച് വീട്ടിലും കൊണ്ടുപോയി നമ്മൾ ആഘോഷം ഇത്രയേ ഉള്ളൂ, ചെറുതാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ